ഹലോ, നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇങ്ങനെ പോരെ. ക്രാഫ്റ്റിനെ ഇഷ്ടപ്പെടുന്നവർ രണ്ട് ചിരട്ടയും കൂടി എടുത്തോണ്ടെങ്കിൽ പോരെ. നമുക്കിത് അടിപൊളി, ഒട്ടും പൈസ ചിലവില്ലാതെ അടിപൊളി ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. ആദ്യം രണ്ട് ചിരട്ടയാണ് നമുക്ക് വേണ്ടത്. ഇതുപോലൊക്കെ നന്നായിട്ട് ഒരു സാൻഡ് പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിനുസപ്പെടുത്തി എടുക്കണം. ഇതുപോലൊക്കെ നന്നായിട്ട് മിനുസപ്പെടുത്തി എടുക്കണം. പിന്നെ ഇപ്പം കാണിക്കുന്ന പോലൊക്കെ ഒന്നും നിങ്ങൾ കാണിക്കേണ്ട, അതൊക്കെ എൻ്റെ വട്ടാണ് കേട്ടോ. ഇതെങ്ങനെ വെക്കണം, എങ്ങനെ ആക്കണം എന്നൊക്കെ നോക്കുകയാണ്. പിന്നെ ഇതുപോലൊക്കെ നന്നായിട്ട് പെയിൻ്റ് അടിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വീട് പണി ആയതുകൊണ്ട് പ്രൈമർ ഉണ്ടായിരുന്നു. ബാക്കി വന്ന പ്രൈമറാണ് ഇതുപോലൊക്കെ അടിച്ചു കൊടുക്കുന്നത്. ആദ്യം ഒരു കോട്ട് അടിച്ചു കൊടുത്തു, വീണ്ടും അടുത്തൊരു കോട്ടും കൂടി ഇതുപോലെ അടിച്ചു കൊടുക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ അക്രിലിക് പെയിൻ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി, അതാണെങ്കിൽ അടിച്ചു കൊടുത്താൽ മതി. ഇതുപോലൊക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ക്ഷമയുണ്ടെങ്കിൽ ഈ ക്രാഫ്റ്റ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എനിക്ക് പിന്നെ പറഞ്ഞ സാധനം കൂടുതലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അയ്യോ, ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കനട്ട് ഷെൽ പ്ലാന്റ് ആണ് കേട്ടോ. ഈയിടയ്ക്ക് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതെൻ്റെ കണ്ണിപ്പെട്ടത്. അപ്പോഴേ എൻ്റെ മനസ്സിൽ കയറി ഇടം പിടിച്ചാണ് എന്തെങ്കിലും ഇത് ഉണ്ടാക്കണമെന്ന്. നിങ്ങൾ ഞാൻ ചെയ്യുന്ന മാതിരി ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ കൊടുക്കുക. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഇഷ്ടപ്പെട്ട ഡിസൈൻ കൊടുക്കുക. ഇതിൻ്റെ എങ്ങനെയാണൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് മാത്രമേ ഒരു ഡെമോ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം നിങ്ങൾ ബ്ലൂ ഡോട്ടല്ലേ കാണുന്നത്, ഇപ്പം ഇത് റെഡ് ഡോട്ട് കാണണോ? എനിക്ക് മാജിക് അറിയാം കേട്ടോ. ഇപ്പം കണ്ടോണം, ഈ സംഭവമേ മാറി. നിങ്ങൾ വിചാരിക്കും ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയെന്ന്. അല്ല, അത് തന്നെയാണ്. എൻ്റെ കലാവിരുത് കാണിച്ചപ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയതാണ്. അപ്പം ഇതുപോലൊക്കെ ഞാനൊരു പെണ്ണിനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഒരു ചെറുക്കൻ ലുക്കായിപ്പോയി. സാരമില്ല, നമുക്കിനി ഒന്നും കൂടെ ഉണ്ടാക്കാം. നിങ്ങൾ വിചാരിക്കുക ഇന്നൊന്നും നിർത്തുന്നില്ലേ? നമ്മൾ നിർത്തുന്നില്ല, നമ്മളിതൊക്കെ ചെയ്യുമെന്നേ. ഇതൊക്കെ എന്ത്? എൻ്റെ തള്ളു കേട്ടപ്പോൾ എൻ്റെ ഫോൺ വരെ താഴെ വീണു. അതാണ് നിങ്ങൾ ആ ശബ്ദം കേട്ടത്. സാരമില്ല. അപ്പം ഇതുപോലൊക്കെ മുടിയും കണ്ണും മൂക്കും വായും ഒക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. മൂക്കും വായും ഒന്നും ഇല്ല, കണ്ണ് പിന്നെ ഒരു വായൊക്കെ വരച്ചു കൊടുക്കുമ്പോഴത്തേന് ചെറുക്കൻ ലുക്കാകും. അവസാനം നിങ്ങൾ കണ്ടിട്ട് പറ എങ്ങനെയുണ്ട് എൻ്റെ ചെറുക്കൻ. പൊന്നു മക്കളെ, ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ എടുക്കുക, അതങ്ങോട്ട് ചെയ്യുക. ഞാൻ ചെയ്തേക്കുന്ന പോലെ ചെയ്യരുത്. പിന്നെ കുറച്ച് സൗന്ദര്യം കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ബ്ലഷും കൂടി ഇട്ട് കൊടുത്താണ്. പക്ഷെ ബ്ലഷ് ഇച്ചിരി കൂടിപ്പോയി. പിന്നെ ഞാനത് വൈറ്റ് പെയിൻ്റൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒക്കെ ഒന്ന് ലുക്കാക്കി എടുത്തെന്നാണ് എൻ്റെ ഒരു നിഗമനം. അവസാനം നിങ്ങൾ പറ എങ്ങനെ ഉണ്ടെന്ന്.